അനുഗ്രഹീതമായ ഈ മഹാസദസ്സിനെ ധന്യമാക്കിയ വേദിയിലെ ആദരണീയ സാന്നിധ്യങ്ങൾ, സാദാത്തുക്കൾ, പണ്ഡിത ശ്രേഷ്ഠർ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ വിവിധ പോഷക ഘടകങ്ങളുടെ സംസ്ഥാന ജില്ലാ നേതാക്കൾ, ഈ പ്രതിഷേധ മഹാസമ്മേളനത്തിന് എത്തിച്ചേർന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അതിന്റെ പോഷക ഘടകങ്ങളുടെയും സമാദരണീയരായ നേതാക്കളെ, പ്രവർത്തകരെ, സഹോദരങ്ങളെ, ഇങ്ങനെ ഒരു സംഗമം നമ്മളാരും നേരത്തെ കൂട്ടി ആലോചിച്ച് അതിനുവേണ്ടി പണിയെടുത്ത് ഉണ്ടാക്കിയതല്ല. അനിവാര്യതയുടെ സൃഷ്ടിയായി പരിസരങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളെ കൃത്യമായി സമൂഹത്തിന് മുമ്പിൽ പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടായപ്പോഴാണ് അത് സത്യസന്ധമായി യാഥാർത്ഥ്യങ്ങളെ വളച്ചൊടിക്കാതെ പറയേണ്ടത് നേതൃത്വം നൽകുന്നവരുടെ ബാധ്യതയാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഇത്തരുണത്തിൽ ഒരു മഹാസമ്മേളനം സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. നമുക്കൊക്കെ അറിയാവുന്നതുപോലെ കേരളീയ മുസ്ലിം സമൂഹത്തിന് ഒരു നൂറ്റാണ്ടോടടുത്ത് പക്വമായി നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന മഹത്തായ പ്രസ്ഥാനം അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ നേർരൂപമാണത് എന്ന് 4 പതിറ്റാണ്ട് കാലം ഈ സംഘശക്തിക്ക് നേതൃത്വം നൽകി സമസ്തക്ക് അസ്തിത്വവും അതിന് വേരോട്ടവും ഉണ്ടാക്കി തന്ന ഒരു കാലഘട്ടത്തിന്റെ ഇതിഹാസ പുരുഷനായിരുന്ന ശൈഖുനാ ശംസുൽ ഉലമ ഈ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ശംസുൽ ഉലമ ഈ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നതുപോലെ സമസ്ത എന്നത് കേവലം ഒരു സംഘടനയല്ല, അത് അള്ളാഹുവിന്റെ ദീനിന്റെ നേർരൂപമായ സുന്നത്ത് ജമാഅത്തിന്റെ മുഖമാണ്, അതിന്റെ നേരായ രൂപമാണ് സമസ്ത എന്നുള്ളത്. ആ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ കേരളക്കരയിൽ ഇന്നോളം പ്രവർത്തിച്ചത് നമുക്ക് അഭിമാനബോധത്തോടുകൂടി പറയാൻ കഴിയും. ആശയങ്ങളെ, ആദർശങ്ങളെ ആരുടെ മുമ്പിലും അടിയറ വെക്കാതെ എത്ര വലിയ പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നാലും പർവ്വം പോലെയുള്ള പ്രതിസന്ധികൾ നമ്മുടെ മുമ്പിൽ മതിൽ കെട്ട് തീർത്താലും ആദർശരംഗത്ത് അണുവിട വ്യതിചലിക്കാതെ
സുന്നത്ത് ജമാഅത്തിന്റെ ആശയാദർശങ്ങളെ അരക്കിട്ടുറപ്പിച്ചുകൊണ്ട് നമ്മെ നയിച്ചുകൊണ്ടിരിക്കുന്ന ആത്മീയ പ്രസ്ഥാനമാണ്, പണ്ഡിത സഭയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. 926കളിൽ സമസ്ത രൂപീകൃതമായത് എന്തൊരു താല്പര്യത്തിന് വേണ്ടിയാണോ, ഏതൊരു ആദർശ സംരക്ഷണത്തിന് വേണ്ടിയാണോ സമസ്ത രൂപീകരിക്കപ്പെട്ടത്, എന്തൊരു സംഹിതകളാണോ ഈ കേരളത്തിൽ സമസ്ത പറഞ്ഞത്, ആ ആദർശം മുഴുവനും ഇന്നും സമസ്ത പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ആ സംഹിതകൾ തന്നെയാണ് സമസ്തക്ക് ഇന്നും പറയാനുള്ളത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മുമ്പിൽ അതിന്റെ രൂപീകരണ കാലത്ത് വൈദ്യരന് സൃഷ്ടിച്ചിരുന്ന ആളുകൾ തന്നെ പല രീതിയിൽ, പല രൂപത്തിലും ഭാവത്തിലുമൊക്കെ അവസരങ്ങൾ കൊത്തുകൊണ്ട് രൂപം പ്രാപിച്ചു കടന്നു വന്നപ്പോഴെല്ലാം അത് തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് മുമ്പേ നടന്ന മഹാധരന്മാരായ പണ്ഡിതന്മാർ, സാദാത്തുക്കൾ അത്തരം ആശയ വൈകല്യങ്ങളെ തിരിച്ചറിഞ്ഞത് സമൂഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുത്ത് യുക്തമായ രീതിയിൽ ഇടപെട്ടുകൊണ്ട് ആവശ്യാനുസരണം കൃത്യമായ നേതൃത്വം നൽകി ഈ കേരളീയ സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. സമസ്തയുടെ മുന്നോട്ടുള്ള യാനത്തിൽ, അതിന്റെ സഞ്ചാരത്തിൽ സമസ്തയെ കൊച്ചാക്കാനും അതിന്റെ പ്രവർത്തനങ്ങളെ ചെറുതാക്കി കാണിക്കാനും ഒക്കെ പലരും കടന്നു വന്നിട്ടുണ്ടായിരുന്നു. ആ ചരിത്രങ്ങളൊക്കെ പരിചയമുള്ളവരാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അനുയായികൾ, അതിന്റെ പ്രവർത്തകർ എന്നീ സമയത്ത് നമ്മൾ ഓർക്കുകയാണ്. ഒരുപാട് പ്രതിസന്ധികളെ മറികടന്നുകൊണ്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ശക്തിയുക്തം മുന്നോട്ട് വന്നപ്പോൾ ഇവിടെ സുന്നത്ത് ജമാഅത്തിനെതിരായി പ്രവർത്തിച്ചിരുന്ന ആളുകൾക്ക് അവരുടെ പ്രവർത്തനങ്ങളിൽ മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല. ആദർശപരമായി, ആശയപരമായി അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാതെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആദരണീയരായ പണ്ഡിതർ, സുന്നത്ത് ജമാഅത്തിന്റെ പ്രഭാഷകർ, ഈ ഉമ്മത്തിന് നേതൃത്വം നൽകിയ മഹാരഥന്മാരായ വ്യക്തിത്വങ്ങൾ, അവരുടെ നേതൃത്വവും അവർ കാണിച്ചു തന്ന വഴിയിലൂടെ ഈ ഉമ്മത്ത് സമസ്ത എന്ന ആദർശക്കോട്ടയിൽ അടിപതരാതെ നിലനിന്ന് മുന്നോട്ട് പോന്നപ്പോൾ നമുക്ക് ഒരു ഘട്ടത്തിലും ആശങ്കപ്പെടേണ്ടി വന്നിട്ടില്ല. പുതിയ സാഹചര്യത്തിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആദർശത്തെ, ആശയങ്ങളെ എങ്ങനെ പരിഹസിക്കാം, എങ്ങനെ ചെറുതാക്കാം എന്നതിൽ പലരും മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ മത്സരത്തിനിടയിൽ പലർക്കും പലവിധത്തിലുള്ള തോന്നലുകൾ ഉണ്ടായതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പൊ നാം നേരിട്ടുകൊണ്ടിരിക്കുന്ന, നാം കണ്ടുകൊണ്ടിരിക്കുന്ന ചില നീക്കങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ നീക്കങ്ങൾക്കിടെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന ഈ ആദർശ പ്രസ്ഥാനത്തെ കോട്ടകെട്ടി സംരക്ഷിക്കാൻ ഞങ്ങൾ ഒരുക്കമാണ് എന്നുറക്കെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഈ ആയിരങ്ങൾ ഇവിടെ അണിനിരന്നിട്ടുള്ളത്.
ഒരുപാട് പണ്ഡിതന്മാരെ വളർത്തെടുത്ത് ധാരാളം ആലിമീങ്ങളെ കേരളക്കരക്ക് സമ്മാനിച്ച പണ്ഡിതവരേണ്യർ ആദർശരംഗത്ത് സജീവമായി നിന്നതിന്റെ പേരിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആദർശം ആരുടെ മുമ്പിലും അടിയറ വെക്കാൻ അനുവദിക്കുകയില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് അതിന്റെ പ്രവർത്തന ഗോതയിൽ തിളങ്ങി നിൽക്കുന്ന SKSSF, ആ SKSSF ആദർശം അമാനത്താണ് എന്ന ടൈറ്റിലിൽ ആദർശ സമ്മേളനങ്ങൾ സംഘടിപ്പിച്ചപ്പോൾ സമസ്തയുടെ ആദർശം അത് തുറന്നു പറയേണ്ടതാണ് എന്ന തിരിച്ചറിവോടുകൂടി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മുശാവറാംഗങ്ങൾ ആദരണീയരായ നമ്മുടെ ഉസ്താദുമാർ പല സമ്മേളന വേദികളിലും പങ്കെടുത്ത് സംസാരിച്ചിട്ടുണ്ട്. സമസ്തയുടെ ആദർശം തുറന്നു പറയാനാണ് നമ്മുടെ നേതാക്കൾ സമ്മേളന വേദികളിൽ കടന്നു വന്നത്. ആ ആദർശം തുറന്നു പറഞ്ഞതിന്റെ പേരിൽ പരിഹസിക്കപ്പെടുകയും അതിന്റെ പേരിൽ സമസ്തയുടെ ആദർശം പറഞ്ഞതിന്റെ പേരിൽ വന്യരായ ഉസ്താദിനെ അവഹേളിക്കുകയും ചെയ്ത നടപടിക്കെതിരെയാണ് സമസ്തയുടെ മക്കൾ ഇന്നിവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഈ സമയത്ത് നമുക്ക് പറയാനാകുന്നത്, ഉറക്കെ പറയാൻ കഴിയുന്നത്, സമസ്തയുടെ വേദിയിൽ, സമസ്തയുടെ മക്കൾ ഒരുക്കിയ വേദിയിൽ ആദർശം പറഞ്ഞതിന്റെ പേരിൽ വന്യരായ ഉസ്താദുമാരെ ഈ വിധത്തിൽ പരിഹസിക്കാൻ ഒരുങ്ങിയാൽ മതിൽകെട്ട പോലെ വളയം തീർത്തുകൊണ്ട് ആദർശവേദികൾ ഒരുക്കി കേരളത്തിന്റെ എല്ലാ മേഖലകളിലും വന്യരായ നമ്മുടെ പണ്ഡിതന്മാർക്ക് ആദർശവേദികൾ ഒരുക്കാൻ ഈ സുന്നി പടയണി ഒരുക്കമാണ് എന്ന് ഞങ്ങൾ ഉറക്കെ പറയുകയാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇവിടെ ആദരണീയനായ സുഹൈൽ ഹൈതമി പള്ളിക്കര ഉസ്താദ് സംസാരിക്കാനുണ്ട്. അദ്ദേഹത്തിന് വേണ്ടി വേദി ഒഴിഞ്ഞു കൊടുത്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.